വിഘ്നേശ്വരായ നമഃ. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ ഡിവിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം. നമ്മൾ നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നക്ഷത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും വീണ്ടും ഒന്നുകൂടി പറയുകയാണ് അനിഴ നക്ഷത്രത്തെ കുറിച്ച്. അനിഴ നക്ഷത്രക്കാർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് പറയുവാൻ പോകുന്നത്. അനിഴ നക്ഷത്രത്തിന് ഒരുപാട് ബാലദോഷങ്ങൾ അല്ലെങ്കിൽ ശനിദോഷങ്ങളൊക്കെ ഉണ്ടായിരുന്ന നക്ഷത്രമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 30 വയസ്സ് കഴിഞ്ഞവരും 50 വയസ്സ് കഴിഞ്ഞവരും ഒക്കെ ഈ 2025 അനിഴ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല അവസരങ്ങളും ഭാഗ്യങ്ങളും അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യങ്ങളും ജീവിതത്തിൽ മാറ്റങ്ങളും അപ്രതീക്ഷിതമായ ധനാഗമ യോഗങ്ങളും ഒക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഉയർച്ചയും വസ്തുവകകൾ വാങ്ങിക്കൂട്ടുക അല്ലെങ്കിൽ സാമ്പത്തികം വന്നു ചേരുക, വിദേശവാസ യോഗം, പുതിയ വീട് വയ്ക്കുവാനുള്ള അവസരം, വാഹനങ്ങൾ മാറ്റി വാങ്ങൽ, ഉദ്ദേശിച്ച രീതിയിൽ അനിഴ നക്ഷത്രക്കാർക്ക് ഉയർന്നു പോകാൻ പറ്റിയ ഒരു സമയമാണ് ഇപ്പോൾ. അനിഴ നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചിരുന്ന ദുഃഖങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒക്കെ മാറി അവർക്ക് നല്ലൊരു ജീവിത രീതിയിൽ ഉയർച്ചയിലേക്ക് പോകാൻ പറ്റിയ സമയമാണ്. തീർച്ചയായും ഒരു 52 വയസ്സ് കഴിഞ്ഞവർക്ക് ഏറ്റവും നല്ല സമയമാണ്. നേരത്തെയുള്ള ശനിദശയും അതുപോലെ ബാലദോഷങ്ങളും കുടുംബദോഷങ്ങളും പിതൃദോഷങ്ങളും ഒക്കെ മാറി വരുന്ന സമയമാണ്. എങ്കിലും ശനിദോഷങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ടതായുണ്ട്. ചില രാശിപ്രകാരം ചില ജനനസമയവുമായി ബന്ധപ്പെട്ട് ശനിദോഷങ്ങളുണ്ട്. അതും കൂടെ മാറ്റിയെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ ഒരു ജീവിത നിലവാരത്തിലേക്ക് എത്തും. പ്രണയ സാഫല്യം, അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ഒരു യോഗം, സർക്കാർ സർവീസ് ജോലി ചെയ്യുന്നവർക്ക് ഉദ്യോഗ കയറ്റം, അതുപോലെ ശമ്പള കൂടുതൽ, PSC ടെസ്റ്റുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർക്ക് നിയമനത്തിനുള്ള സാധ്യതകൾ, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. സിനിമ, സീരിയൽ, മറ്റ് കലാപരമായ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണ്. അതുകൂടാതെ തന്നെ അനിഴ നക്ഷത്രത്തിൽ വിദേശവാസ യോഗം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരു ജോലി മാറ്റം കൂടി ഉണ്ടാകും. വർഷങ്ങളായി ജോലി ചെയ്തിട്ട് യാതൊരുവിധ രീതിയിലുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടാവാതിരുന്നവർക്ക് 2025 മുതൽ നല്ല സമയമാണ്. അതുപോലെ തന്നെ കൂട്ടുകാരുമായി ചേർന്നുള്ള ബിസിനസ്സുകൾ നല്ല രീതിയിൽ ഉയർച്ചയിലെത്തും. അതുപോലെ സാമ്പത്തിക നേട്ടങ്ങൾ എന്ന് പറയുന്നത് ലോട്ടറി ഭാഗ്യം, വസ്തുവകകൾ എഴുതി കിട്ടുക, അല്ലെങ്കിൽ കുടുംബ സ്വത്തുക്കൾ ആയി വെച്ചിരുന്ന സ്വർണമോ പണമോ ഒക്കെ ലഭിക്കുക, വീതം വെക്കൽ കൂടുതൽ ആദായം ലഭിക്കുന്ന ഒരു നക്ഷത്രക്കാരനായി അനിഴ നക്ഷത്രക്കാർ മാറും. സ്ത്രീകൾക്കാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ്. അവരുടെ വിവാഹം താമസിയാതെ നടക്കും. പലർക്കും ചിലപ്പോൾ നടക്കാനിരുന്ന വിവാഹങ്ങളൊക്കെ മുടങ്ങിപ്പോകാനുള്ള സാധ്യതകളുമുണ്ട്. എങ്കിലും 2025 നല്ല അനുയോജ്യമായ ഒരു വിവാഹ യോഗം കാണുന്നുണ്ട്. അതുമൂലം നല്ലൊരു നിലയിൽ എത്തുവാനും സ്ത്രീകൾക്ക് സാധിക്കും. ജോലിക്കായി ശ്രമിക്കുന്ന സ്ത്രീകളാണെങ്കിൽ സ്വകാര്യ മേഖലകളിൽ അവർക്ക് നല്ല അവസരങ്ങളാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നഴ്സിംഗ് ജോലിയുമായി ബന്ധപ്പെട്ട സ്ത്രീകളാണെങ്കിൽ വിദേശത്തോ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും അനിഴ നക്ഷത്രക്കാർക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും നല്ല സമയങ്ങൾ 2025 വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ജീവിതത്തിൽ. അതുപോലെ തന്നെ വീട് വയ്ക്കുവാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിന് അടിസ്ഥാനമിടാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും. പഴയ വീട് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ വീട് വെക്കുക, പഴയ വാഹനങ്ങൾ കൊടുത്തിട്ട് പുതിയ വാഹനങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ മക്കളും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കുടുംബസമേതം തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരമുണ്ട്. ദൈവികമായ കാര്യങ്ങൾ കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് അനിഴ നക്ഷത്രക്കാർക്ക് ഈ 2025 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കും. കാരണം ചില ബാലാരിഷ്ടതകൾ ഉണ്ടായിരുന്ന നാളുകാരാണ് ഈ അനിഴ നക്ഷത്രക്കാർ. ആ സമയത്തൊന്നും നടക്കാതിരുന്ന, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എങ്ങും എത്താതിരുന്നവർക്കൊക്കെ ഇനി നല്ല സമയമാണ്. പറഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞവർക്കും അതുപോലെ 53 വയസ്സിന് ശേഷമുള്ള കാര്യങ്ങളുമൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷഫലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യണം, പിതൃദോഷങ്ങൾ ചെയ്യണം. അതുപോലെ കുടുംബപരമായി ഉണ്ടായിരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അനിഴ നക്ഷത്രക്കാർ ഉയർന്ന ഒരു പദവിയിലെത്താൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ വഴി സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടാകും. ദൂരയാത്ര കൊണ്ട് അനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ വാഹനങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളത്, പുതിയ വാഹനങ്ങൾ മാറ്റിയെടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പെട്ടെന്ന് വാങ്ങിയ ഒരു വാഹനം പെട്ടെന്ന് തന്നെ മാറ്റും. അപ്പോൾ അത്രയും സാമ്പത്തിക സ്രോതസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമായ അനിഴ നക്ഷത്രം മാറും. അതുപോലെ ഒരുപാട് വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില വിദേശ
യാത്രകൾ, അതായത് വിനോദയാത്രകൾ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അപ്രതീക്ഷിതമായ ധനങ്ങളൊക്കെ വന്നു ചേരും. ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രം. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു അവസരമാണ് 2025 അനിഴം നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഉന്നതരായ ചില വ്യക്തികളുടെ എല്ലാ നക്ഷത്രം അനിഴം നക്ഷത്രം ആയിരുന്നു എന്നുള്ളതാണ്. അവർ ചിലരൊക്കെ 25 വയസ്സിന് ശേഷവും അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷവും 53 വയസ്സിന് ശേഷവും ഒക്കെ രക്ഷപ്പെട്ടവരാണ്. അവരുടെ ജാതകപ്രകാരം ജ്യോതിഷപ്രകാരം അവർക്ക് അങ്ങനെയൊക്കെയായിരുന്നു സമയം. അതുപോലെ തന്നെ ചില അനിഴം നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ മാറി വരുന്ന സമയമാണ്. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് നല്ലൊരു സമയമാണ്. തീർച്ചയായും ദോഷഫലങ്ങളൊക്കെ മാറി നല്ലൊരു നിലയിലെത്തും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ജ്യോതിഷപരമായി നോക്കി മാറ്റിയെടുക്കണം. അപ്പോൾ കൂടുതൽ ഉന്നതിയിലെത്തും. സാമ്പത്തിക നേട്ടങ്ങൾ, കുടുംബത്തിൽ നല്ല നിലയിലെത്തുവാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ സിനിമ, സീരിയൽ, മറ്റു കലാമേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണ്. വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മേഖലകളൊക്കെ അനിഴം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ പല രീതിയിലുള്ള ജോലികൾക്ക് അപേക്ഷിച്ചിരിക്കുന്നവർക്ക്, അത് സർക്കാർ ജോലിയാകാം, അല്ലെങ്കിൽ സ്വകാര്യ ജോലിയാകാം, അല്ലെങ്കിൽ വിദേശത്തേക്കുള്ള ജോലിയാകാം, അതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് എത്തിച്ചേരുന്ന ഒരു സമയമാണ് ഈ 2025 എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാൻ ശ്രമിക്കുക. ഈ 2025 അനിഴം നക്ഷത്രക്കാർക്ക് കുറച്ച് അലസതയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയെടുക്കണം. അലസത മറന്ന് പ്രവർത്തിച്ചാൽ ഏറ്റവും ഉന്നതിയിലെത്താൻ പോകുന്ന സമയമാണ് ഈ 2025 അനിഴം നക്ഷത്രക്കാർക്ക് എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്. നല്ല രീതിയിലുള്ള ഒരു ഉയർച്ചയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലേക്ക് ധനം വന്നു ചേരുന്ന സമയവും നല്ല രീതിയിൽ ഐശ്വര്യപരമായുള്ള ഒരു യോഗവും ഒക്കെ കാണുന്നുണ്ട് അനിഴം നക്ഷത്രക്കാർക്ക്. അതൊക്കെ അറിഞ്ഞ് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ന് ഉന്നതിയിലെത്താം. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും. അലസ മനോഭാവമൊക്കെ മാറ്റിയെടുക്കണം. അനിഴം നക്ഷത്രക്കാർക്ക് പൊതുവെ അലസ മനോഭാവമുണ്ട്. പക്ഷെ ചിലർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതികഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ചിലരൊക്കെ ഉന്നതിയിലെത്തുകയും ചെയ്യും. എങ്കിലും ആ ഒരു സമയത്തിന്റെ അല്ലെങ്കിൽ രാശിയുടെ പ്രശ്നം കൊണ്ടായിരിക്കും അലസത ഉണ്ടാവുക. അതുകൊണ്ട് ശനിദോഷം രാശി പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അതൊക്കെയാലും ദൈവികമായ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർ. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് ദോഷങ്ങളും അരിഷ്ടതകളൊക്കെ മാറി നല്ലൊരു നിലയിലേക്ക് 2025 അനിഴം നക്ഷത്രത്തിൽ ലോട്ടറി ഭാഗ്യം എന്നുള്ളതാണ്. വല്ലപ്പോഴും ഒക്കെ ലോട്ടറി എടുക്കുക. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരും എന്ന് പറയുന്നത് ഇത് മൂലമാണ്. അങ്ങനെ അനിഴം നക്ഷത്രക്കാർക്ക് നല്ലൊരു സമയമാണ് 2025 എന്ന് പറയുന്നത്. അത് അറിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വലിയ അവസരങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. എല്ലാ മേഖലകളും ഉയർച്ചയും നേട്ടങ്ങളും ഒക്കെ ഉണ്ടായി നിങ്ങൾ വലിയൊരു സാമ്പത്തിക നിലയിലേക്ക് എത്തും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് വളരെ ആദരിക്കപ്പെടുന്ന ഒരു അവസരമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇതൊക്കെയാണ് അനിഴം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നക്ഷത്ര ജ്യോതിഷപരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ താഴെ കാണാൻ നമ്പറിൽ വിളിക്കുക. അപ്പോൾ അനിഴം നക്ഷത്രക്കാർ അവരുടെ ദോഷഫലങ്ങളൊക്കെ തീർത്ത് വളരെ സന്തോഷകരമായി ഇരിക്കുക. നിങ്ങൾക്ക് അവസരങ്ങൾ വരികയാണ്. 2025 നിങ്ങൾ കുബേര യോഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് 2025 അനിഴം നക്ഷത്രത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഒരു ജ്യോതിഷ മുക്തിയുമായി എത്തുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.